ഒരു പെൺകുട്ടി നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി, നല്ല പഠിക്കാൻ മിടുക്കിയാണ്, അതർ ആക്ടിവിറ്റീസിലെല്ലാം മിടുക്കിയാണ്, നന്നായി പാട്ട് പാടും, എല്ലാ പരിപാടികളിലും പങ്കെടുക്കും. ആ പെൺകുട്ടി കല്യാണം കഴിപ്പിച്ച് വിടുക. അപ്പോൾ ആ പെൺകുട്ടി ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല സന്തോഷമായിട്ട്, റിലേറ്റീവ്സുമായിട്ടൊക്കെ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു പുതിയൊരു വീട്ടിലേക്ക് അതിനെ പറഞ്ഞയക്കുകയാണ്. അത് വളരെ സന്തോഷത്തോടെ അതിൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. ഭർത്താവാണെങ്കിൽ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിനും ഈ പെൺകുട്ടിയെ വളരെ ഇഷ്ടമാണ്. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പോകുന്നത്. അവരുടെ വീട്ടിൽ അമ്മായിയമ്മയും അമ്മായിയപ്പനും ഈ പയ്യനുണ്ടായിരുന്ന സഹോദരിമാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ പോയി. അപ്പോൾ ഈ വീട്ടിലേക്ക് ഈ പെൺകുട്ടി എത്തി. ആദ്യമൊക്കെ സന്തോഷമായിരുന്നു. പയ്യനും വളരെയധികം സ്നേഹമാണ് ഈ പെൺകുട്ടിയോടുള്ളത്. അപ്പോൾ ഈ പയ്യന് ഒരു ജോലിയുണ്ട്. ഈ ജോലിയിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ അവധിയുള്ളൂ. ബാക്കി രാവിലെ പോയാൽ വൈകിട്ടാണ് ഈ പയ്യനൊക്കെ വരുന്നത്. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഈ പെൺകുട്ടിക്കാണെങ്കിൽ ഈ പയ്യനോട് വളരെയധികം സ്നേഹമുണ്ട്. തൻ്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹമുണ്ട്. ആ ഭർത്താവിൻ്റെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചിലപ്പം വഴക്കിട്ട് അവധി എടുക്കാനൊക്കെ നിർബന്ധിക്കാറുണ്ട്. അവർക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അവധിയൊക്കെ എടുക്കാൻ വേണ്ടി നിർബന്ധിക്കും. ചില സാഹചര്യങ്ങളിൽ പയ്യൻ അവധിയൊക്കെ എടുത്ത് ആണെങ്കിലും ഈ പെണ്ണിലൂടെ സമയം ചിലവഴിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടിക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. അത് ഡിപ്രഷനിലേക്കുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് ആ പെൺകുട്ടി പോകുന്നു. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി ഗർഭിണിയായി, കുട്ടിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ സന്തോഷം എന്ന് പറയുന്നതെല്ലാം പോയി. കാരണം ആ വീട്ടിലെ ജോലികൾ എല്ലാം ഈ കുട്ടിയാണ് ചെയ്യുന്നത്. എല്ലാ പണികളും ചെയ്യണം. ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അവരുടെ കാര്യങ്ങൾ നോക്കണം. പെങ്ങന്മാർ വീട്ടിൽ വന്നാൽ അവരുടെ പണികളോട് ചെയ്യണം. അമ്മായിയമ്മ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു പരിപാടികളും ചെയ്യത്തില്ല. അത് അധികം ഇവരോട് സംസാരിക്കത്ത് പോലുമില്ല. അയലോക്കംകാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തൊരു വീടാണ്. ഭർത്താവിൽ നിന്നിൻ്റെ കയ്യിൽ നിന്നൊരു സ്നേഹം കിട്ടുക, സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടവുമാണ്. പക്ഷേ അതിന് സമയം കൊടുക്കാൻ ആ ഭർത്താവിന് സാധിക്കുന്നില്ല. അവധി കൂടുതലായിട്ട് എടുത്തതുകൊണ്ട് കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനി കൂടുതൽ അവധി എടുത്തു കഴിഞ്ഞാൽ ഈ ജോലിയിൽ തുടരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്നും വഴക്ക് കേട്ടതാണ്. അതുകൊണ്ട് അയാൾ കൂടുതൽ അവധികൾ എടുക്കാതെ ഇത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിക്ക് സംസാരിക്കാനോ ആരുമില്ല, അന്ന് പുറത്തേക്ക് പോകാനോ സാഹചര്യമില്ല, വീട്ടിലേക്കാണ് അധികം വിടത്തുമില്ല. അങ്ങനെ അത് വളരെ ഒരു മാനസികമായ ബുദ്ധിമുട്ടിലേക്ക്, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക്. അപ്പം കൂടുതലായിട്ട് ചോദിച്ചപ്പം എല്ലാ ജോലികളും ആ കുട്ടി ചെയ്യണം. തുണി അലക്കുന്നതും മറ്റുള്ള ജോലികളും എല്ലാം ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പെൺകുട്ടിക്ക് ഒരു ഫ്രീഡമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതിന് ഫ്രീഡം കിട്ടുന്നില്ല, ഹസ്ബൻഡിനെ അതിന് സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ജോലി വേണം, നിർബന്ധമാണ്, ജോലിയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റത്തില്ല, നിൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് ഇതിന് മാത്രം എന്താണ് തന്നത്, ഒരുപാടൊന്നും തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കുകളായി. അവർ തമ്മിലുള്ള ആ സ്നേഹത്തിന് അകൽച്ച ഉണ്ടായി. ഈ അകൽച്ച ഉണ്ടായി. കുട്ടിയുണ്ട്. കുട്ടിയോടും ഈ പെൺകുട്ടിക്ക് അധികം സ്നേഹം പഠിപ്പിക്കാൻ അതിനോടും ദേഷ്യവും എല്ലാമായിട്ട്. കാരണം ഈ പെൺകുട്ടി ജീവിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് ബന്ധുക്കാരും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ടൈമുകൾ സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ. അമ്മായിയപ്പൻ ആഴ്ചയിലൊന്നേ വരത്തുള്ളൂ. ഈ അമ്മായിയമ്മ അധികം സംസാരിക്കത്തുമില്ല. അയലോക്കംകാരുമായിട്ട് വലിയ സഹകരണവും ഇല്ലാത്തൊരു ആൾക്കാർ. അങ്ങനെയാണ് ഈ പെൺകുട്ടി ഒരു ഒറ്റപ്പെട്ട തുരുത്തിലായ പോലെ ഈ പെൺകുട്ടി ഡിപ്രഷനിലേക്ക് പോയത്. ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് എങ്ങനെ ഇതിനെ കരകയറ്റാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റിൽ ചെയ്യുക.